നമസ്കാരം. പിണറായി വിജയൻ ഗവൺമെൻറ് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ എല്ലായിടത്തും ചർച്ച നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചുമാണ്. പക്ഷേ ഒരു വർഷം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, അതേക്കുറിച്ച് കാര്യമായ ചർച്ച നടന്നിട്ടില്ല. വട്ടമേശയുടെ മുമ്പിൽ ആ വിഷയമാണ് ഇന്ന്. ഒരു വർഷം കൊണ്ട് കേരള രാഷ്ട്രീയം എവിടെത്തി നിൽക്കുന്നു? UDF LDF രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മൂന്നാം കക്ഷിയായി വന്ന ബി ജെ പിയുടെ വളർച്ച എവിടെ വരെ എന്നും തുടങ്ങി വിവിധ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കേരള ജനങ്ങളുടെ മനസ്സ് രാഷ്ട്രീയമായി എവിടെ നിൽക്കുന്നു എന്നാണ് വട്ടമേശ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചെറിയാൻ ഫിലിപ്പ്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ; MS കുമാർ, BJP വക്താവ്; ഡോക്ടർ ജോസുകുട്ടി CA, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ; ജോസഫ് വഴക്കൻ, മുൻ MLA, കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ്. ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് ജോസുകുട്ടിയാണ്. കാരണം കേരള സർവകലാശാലയുടെ റിസർച്ച് സെൻറ്റർ, പൊളിറ്റിക്സ് വകുപ്പിൻ്റെ റിസർച്ച് സെൻറ്റർ അടുത്ത കാലത്ത് ജനങ്ങളുടെ ഹിതമറിയാൻ, ജനങ്ങളുടെ രാഷ്ട്രീയ നിലപാടറിയാൻ ഒരു സർവേ നടത്തി. ആ സർവേയിൽ വളരെ കൗതുകരമായ കാര്യങ്ങളും സർവേ നടത്തിയ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി. ആ കൗതുകരമായ കാഴ്ചകളിലൂടെ നമ്മൾ ഈ വിഷയത്തിൽ കടക്കുന്നു. ആദ്യം ജോസുകുട്ടി, പ്രധാനമായിട്ടും നമ്മുടെ ജനങ്ങൾ, മലയാളികൾ രാഷ്ട്രീയമായിട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കണേ. ഈ സർവേ നടത്തിയത് നമ്മുടെ പൊളിറ്റിക്സ് വിഭാഗം സർവേ റിസർച്ച് സെൻ്ററാണ്. അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെ എങ്ങനെ ജനങ്ങൾ കാണുന്നു, വിവിധ വിഷയങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം, അഭിപ്രായം എങ്ങനെയാണെന്നുള്ളതാണ് സർവേയിൽ ഞങ്ങൾ പരിശോധിക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പം അത്തരം സർവേകൾ നടത്തുമ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും കൗതുകകരമായി ചോദിക്കുന്നതും പ്രസക്തമായിട്ടുള്ളതും ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ആ ചോദ്യത്തിന് ഞങ്ങൾ 2 ഓപ്ഷൻസാണ് കൊടുത്തത്. 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രസക്തമായിട്ടുണ്ടായിരുന്നത് പൂർണ്ണ തൃപ്തി എത്ര ശതമാനത്തിലുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ 15% പൂർണ്ണമായും തൃപ്തി രേഖപ്പെടുത്തിയത്. കുറച്ചൊക്കെ തൃപ്തി എന്ന് പറയുന്ന 50% ഈ കുറച്ചൊക്കെ തൃപ്തിയിൽ ഒരുപാട് കുഴപ്പമുണ്ട്. കാരണം നിങ്ങൾക്ക് എന്താണ് മലയാളിയോട് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം. കുഴപ്പമില്ലാത്തതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിത് കുഴപ്പം ഡെസിഫർ ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി പെർസെൻറ്റേജ് അതൃപ്തിയും പൂർണ്ണമായ അതൃപ്തിയുമാണ് രേഖപ്പെടുത്തുന്നത്. അതായത് 35% പൂർണ്ണ അതൃപ്തി, കുറച്ചൊക്കെ അതൃപ്തി എന്നുള്ള കാറ്റഗറിയിൽ വരും. ഇതാണ് ജനങ്ങൾ ഇതിനെ കാണുന്ന ഒരു രീതി. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണ തൃപ്തി മാത്രമേ വളരെ ശക്തമായ സപ്പോർട്ടായിട്ട് എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഈ 50% പറഞ്ഞിട്ടുള്ള കുറച്ചൊക്കെ തൃപ്തി ഉണ്ട് എന്ന് പറയുന്നതിലും കുഴപ്പമില്ല എന്ന് പറയുന്നവർ 50% ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നീട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാട്? രണ്ടുകൂടെ കൂട്ടിയാൽ ഒരു 65% കുഴപ്പമില്ല അല്ലെങ്കിൽ തൃപ്തി ഉണ്ട്, പൂർണ്ണ തൃപ്തി എന്ന കാറ്റഗറിയിൽ വരാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒന്നാമത് ഒരു മധുവിധ കാലം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. സർക്കാരിനെ വിലയിരുത്താൻ തക്ക ഒരു സമയമായിട്ടില്ല എന്നുള്ള അഭിപ്രായം വളരെ ശക്തമായിട്ടുണ്ട്. കാരണം അതിനോടനുബന്ധിച്ച് ചോദ്യം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയുമ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട്. കാരണം LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നല്ലോ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ വിലയിരുത്താൻ സമയമായോ എന്ന് ചോദിച്ചപ്പോൾ 50% പറഞ്ഞത് ഒരിക്കലും സമയമായിട്ടില്ല, ഇനി 4 വർഷമുണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമായിട്ടില്ല. എന്തെങ്കിലും തുടങ്ങിയാൽ തന്നെ അത് നടപ്പിൽ വരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ കാണുവാനായിട്ട് കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ വിലയിരുത്തി കാണുന്നത് വളരെ രസകരമായിട്ടാണ് ജനങ്ങൾ പലപ്പോഴും പറയുന്നത്. അതിനോട് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ആരുടെ പ്രവർത്തനത്തെയാണ് കൂടുതൽ സംതൃപ്തിയോടെ കാണുന്നത്? 2% ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മുന്നിൽ കാണുന്നത്. അത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ പിന്നാലെ ഉണ്ടായിരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ ഇമേജിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ സർക്കാരിന് ഏറ്റവും കുഴപ്പമായിട്ട് നിൽക്കുന്ന പ്രശ്നം എന്താണ്? ജനങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ അക്രമമാണ്. മറ്റ് വിവാദങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും രാഷ്ട്രീയ അക്രമത്തെയാണ് ജനങ്ങൾ അതിൻ്റെ അതൊരു പ്രശ്നമായിട്ട് കാണുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കണ്ണൂരിലെ വയലൻസ് ജനങ്ങൾ ഒട്ടും അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഗവൺമെൻറ്റിന് പറഞ്ഞല്ലോ ഒരു നേട്ടമുണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അകത്തെ പ്രധാന ഘടകമായിട്ട് കാണുന്നത് വലിയ അഴിമതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുംഭകോണങ്ങളോ, ഇപ്പം ബാർക്കോഴ കേസ് പോലെയോ അല്ലെങ്കിൽ സരിത പോലെയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ വലുതായിട്ടുണ്ടായിട്ടില്ല. കുറേയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പി ജയരാജൻ്റെ മുതൽ അതുപോലെ തന്നെ അവസാനം സെൻകുമാർ, മന്ത്രി മണിയുടെ വിഷയങ്ങൾ വരെയുണ്ട്. ഇതിനെയൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതിനെല്ലാം അതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ വിവാദങ്ങൾക്കൊന്നും ഒരു നീണ്ടു നിൽക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല മറ്റ് വിവാദങ്ങളെ മറ്റ് വിവാദങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ.
മാത്രമല്ല ഇനി വരും വർഷങ്ങളിൽ ഈ വിവാദങ്ങളൊന്നും പൊന്തി വരാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അതിനൊന്നും ഒരു ദീർഘകാല പ്രസക്തിയില്ല. ഒരു പരിധിവരെ ഗവൺമെൻറ് അതൊക്കെ പരിഹരിക്കുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. അപ്പം വിവാദങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അഴിമതി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒരു നിലപാട് ജനങ്ങൾക്ക് ഉണ്ട്. ജോസഫ് അഴക്കൻ, മുഖ്യമന്ത്രി 5 വർഷം അല്ല 1 വർഷം തികയുന്ന ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു പുതിയ സംസ്കാരം, ഭരണ സംസ്കാരം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് ശരിയാണെന്ന് ജനങ്ങൾ പറയുന്നു എന്ന് തന്നെയല്ലേ ജോസുകുട്ടി പറഞ്ഞതിൻ്റെ ഒരു പരിഭാഷ? ജോസുകുട്ടി പറഞ്ഞതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഒന്ന്, ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ സമയമായിട്ടില്ല. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ 1 വർഷം നോക്കിയാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു 75% ആളുകൾക്കും പൂർണ്ണ തൃപ്തി എന്നുള്ള മറുപടി ആയിരുന്നതിന് ഒരു പക്ഷേ കിട്ടുന്നതെന്ന്. കാരണം ആദ്യത്തെ ഒരു 2-3 വർഷക്കാലത്തേക്ക് കാര്യമായ ഒരു വിവാദം ഉണ്ടായിട്ടില്ല, ഒരു സമരം പോലും കാര്യമായിട്ടുണ്ടായിട്ടില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിച്ച, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ 100 ദിവസം എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതികൾ 95% അവിടെ കമ്മീഷൻ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുന്നു. വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോകുന്നു. കാരുണ്യ പോലെയുള്ള പുതിയ പദ്ധതികൾ വരുന്നു. പിന്നെ റേഷൻ കാർഡുകൾ എല്ലാവർക്കും ലഭിക്കുന്നു. അങ്ങനെ വളരെ സ്പീഡിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോയൊരു ഗവൺമെൻറ്റാണ്. ഒരു പ്രതിപക്ഷം കാര്യം വോട്ടിൻ്റെ കാര്യത്തിൽ നിയമസഭയിലെ അംഗബലത്തിൽ ഏതാണ്ട് തുല്യം നിന്നിട്ട് പോലും നിയമസഭയ്ക്കകത്തോ പുറത്തോ ആദ്യത്തെ 2-3 വർഷം ജയിക്കുന്നു. ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ പറ്റില്ല. എത്രയോ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. കാരണം പ്രതിപക്ഷം, ഞാൻ പറഞ്ഞല്ലോ, എണ്ണത്തിൻ്റെ കാര്യത്തിൽ നിയമസഭയിൽ ഏതാണ്ട് ബലാബലം നിന്നിട്ട് പോലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ബലം നിയമസഭയിൽ കുറവാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർട്ടിയും സർക്കാരും ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ കിട്ടിയിരിക്കുന്നു. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ആ പറഞ്ഞിരിക്കുന്നതിനകത്ത് ആ 1 കൊല്ലത്തിനിടയ്ക്ക് ഒരു വലിയ പരാജയമാണ്. കാരണം ആളുകൾക്ക് വലിയൊരു സങ്കല്പമായിരുന്നു ഇദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴുള്ളത്. അവിടെ നിന്നുള്ള അവരുടെ ആ ഒരു വിശ്വാസത്തിലൊരു കുത്തനെയുള്ള ഒരു ഇടിവാണ് 1 വർഷം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഘടകത്തോട് യോജിക്കുന്നത്. കാരണം ജനങ്ങൾ പിണറായി വിജയൻ അർപ്പിച്ച പ്രതീക്ഷ വളരെ വളരെ വലുതായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഗവൺമെൻറ് വളർന്നിട്ടില്ല എന്നൊരു സംസാരം പരക്കെയുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഈ സർവേയിൽ കണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും UDF ഒരു രാഷ്ട്രീയ ശക്തി, രാഷ്ട്രീയ ചേരി എന്ന നിലയിൽ നിന്ന് താഴേക്ക് പോയി. കാരണം കേരളത്തിൻ്റെ ഒരു പ്രധാന രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് 2 കൊടുമുടികൾ കണക്കെ ഉയർന്നു നിൽക്കുന്ന മുന്നണികൾ, അതിനിടയ്ക്ക് ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന BJP. അപ്പോൾ എന്തായിരിക്കും ഇപ്പോഴത്തെ 1 വർഷത്തിന് ശേഷമുള്ള സ്ഥിതി? അല്ല, ഈ കഴിഞ്ഞ 1 വർഷം BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൊരു വർഷമാണ്. അത് പല കാരണങ്ങളുമുണ്ട്. ഇപ്പം ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ താഴോട്ടുള്ള പോക്ക്, അതിൽ ഉപരി ഈ 1 വർഷത്തെ ഭരണ പരാജയം സർവേ എനിക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്നതാണ്. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. ശ്രീ പിണറായി വിജയൻ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം രാജ്യത്തുണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വസ്തുത അത്ഭുതം തോന്നി. നമ്മുടെ ഈ UDFൻ്റെ ഭരണ അവസാന നാളുകളിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളൊക്കെ കണ്ടതല്ലേ. കേരളം മാത്രമല്ല, മലയാളികളുള്ള ലോകം മുഴുവൻ കണ്ട് ഞെട്ടിയതും തലയെ കൈവച്ചാണ് ആ അസംബ്ലിക്കകത്തുള്ള പോരാട്ടം. KM മാണിയെ ഇനി വിശേഷിപ്പിക്കാൻ പദങ്ങളുണ്ടോ? ബഡ്ജറ്റ് വിറ്റയാൾ, കള്ളൻ, നോട്ടെണ്ണൽ യന്ത്രം വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുന്നയാൾ, എന്തൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പറയാമോ അതെല്ലാം പറഞ്ഞ് KM മാണി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ, പക്ഷേ ഉമ്മൻചാണ്ടിയും KA ബാബുവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് KM മാണിയാണ്. ആ KM മാണിയോടുള്ള ഇപ്പോഴത്തെ സമീപനം എന്താ? ബാലകൃഷ്ണപിള്ള 20 വർഷമല്ലേ സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അഴിമതി കേസിൽ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാലകൃഷ്ണപിള്ളയാണ്. ആ കേസ് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് അച്യുതാനന്ദനാണ്. പാർട്ടിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ്. പാർട്ടിയാണ് ഒരർത്ഥത്തിൽ കേസ് പറഞ്ഞത്. ആ ബാലകൃഷ്ണപിള്ളയെ ഘടകകക്ഷിയായിട്ട് പോലും കൂട്ടാതെ മാറ്റി നിർത്തിയിരുന്നതാണ്. ഇപ്പം ബാലകൃഷ്ണപിള്ളയുടെ സ്ഥാനം എന്താ? പ്രത്യക്ഷത്തിൽ അഴിമതി കാണിക്കുന്നില്ല എങ്കിലും ഇത്തരം അഴിമതിക്കാരോടുള്ള ഇവരുടെ ഒത്തുതീർപ്പ് എന്താ? ഇന്ന് മുന്നോക്ക കോർപ്പറേഷൻ ചെയർമാനാക്കി ഏതാണ്ട് ഭരണഘടനാ അവകാശമുള്ള ഒരു സമിതി അച്യുതാനന്ദനൊപ്പം ക്യാബിനറ്റ് റാങ്കോടുകൂടി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. ഇതാണോ ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ടുവന്ന പുതിയ രാഷ്ട്രീയ സംസ്കാരം? അതുപോലെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് എന്തൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്? ആകെ 7,500 കോടി രൂപയുടെ പദ്ധതിയിൽ 6,000 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്ന് പറഞ്ഞ ആ പദ്ധതി ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ശ്രീ പിണറായി വിജയനാണ്. അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും, പണി വേറെ നടക്കുന്നതാണ്. കേട്ടുകേൾവി പോലും ഇല്ല ഇത്.
ഒരു വർഷം കൂടി കഴിഞ്ഞ് അന്വേഷണം അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതിന് കരുതി കുമാറിന്റെ അഭിപ്രായം അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അഴിമതി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഉണ്ടെന്ന് ഇവർ പറഞ്ഞ സ്ഥിതിക്ക് അധികാരത്തിൽ വന്ന് 1 വർഷമായല്ലോ. ആ ഫയൽ പഠിക്കാനോ ആ കരാറിനെ കുറിച്ച് മനസ്സിലാക്കാനോ ഈ പണി നിർത്തിയിപ്പിക്കാനോ അല്ലെങ്കിൽ ആ കരാർ പുനഃപരിശോധിച്ച് വേറൊരു കരാർ ഉണ്ടാക്കാനോ ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തിയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് അഴിമതി നടത്തിയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചെല്ലാം പഠിക്കാനൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. 1 വർഷമായി. എന്തെങ്കിലും ചെയ്തോ? ഞാൻ പറഞ്ഞത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ്. കേരളത്തിന് ഇതുവരെ പരിചിതമല്ലാത്ത അവസരവാദ രാഷ്ട്രീയമാണ് ഈ സർക്കാരിൻ്റെ 1 വർഷം കൊണ്ട് കണ്ടത്. UDF സർക്കാരിനെതിരെ എന്തെല്ലാം പറഞ്ഞാണ് അവർ അധികാരത്തിൽ വന്നത്, അതെല്ലാം അതിൻ്റെ ഇരട്ടിയോടുകൂടി സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നു. ചെറിയ ഫിലിപ്പേ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ 1 വർഷം കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം, UDFൻ്റെ ശക്തി എവിടെ നിൽക്കുന്നു, ഇടതുപക്ഷ മുന്നണിയുടെ ശക്തി എവിടെ നിൽക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിയാണെങ്കിൽ സ്ഥാനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അത് UDFനെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്? BJP എന്തുമാത്രം വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ തളർന്നിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ് അതേക്കുറിച്ച് അഭിപ്രായം? ഇവിടെ നടത്തിയ സർവേയിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. സർവേയുടെ ആധികാരികതയും ചോദ്യം ചെയ്യല്ല, എങ്കിൽ പോലും ചില കാര്യങ്ങൾ യോജിക്കാവുന്ന അവസ്ഥയാണ്. കാരണം ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം വിലയിരുത്താൻ സാധ്യമല്ലെങ്കിൽ പോലും ചില സൂചനകൾ ഉണ്ട്. സാധാരണഗതിയിൽ ആ സൂചനകൾ വെച്ച് രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ഏത് ഗവൺമെൻറ്റിനേക്കാളും ഈ ഗവൺമെൻറ് മുന്നിൽ നിൽക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ബാലാരിഷ്ടകളെന്ന് പറയാം. ഒരു ഗവൺമെൻറ് ആദ്യം വരുമ്പോൾ നേരത്തെ വാഴക്കനും എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് 1 വർഷം കൊണ്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. 1 വർഷം വിതയ്ക്കുന്നത് എന്താണ്, അത് കൊയ്യുന്നത് 5-ാം വർഷമോ 6-ാം വർഷമായി. പക്ഷേ 1-ാം വർഷത്തെ കാര്യങ്ങളനുസരിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ 6 മാസം മുമ്പ് തന്നെ AKG പഠന ഗവേഷണം നടത്തിയ സെമിനാറിൽ കേരളത്തിലെ എല്ലാ രംഗത്തെ വിദഗ്ധന്മാരെ വിളിച്ചുകൂട്ടി ഓരോ രംഗത്ത് ഉണ്ടാകേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പരാതികൾ ഏറ്റുപടിച്ചുകൊണ്ട് അതാണ് പ്രകടന പത്രികയിൽ വന്നത്. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞ 1 വർഷക്കാലത്തിനിടയിൽ അക്കമിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമം അണിയറകൾ നടന്നു. പക്ഷേ അതൊന്നും പുറത്ത് ജനം അറിഞ്ഞില്ല. കാരണം വിവാദങ്ങളിൽ കുടുക്കി. ഇപ്പം നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവം ദോഷദർശനം മാത്രമാണ്. അതായത് ഗവൺമെൻറ്റിനെതിരായിട്ടോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരായോ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം പറയുക. പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പോസിറ്റീവായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പോസിറ്റീവായ കാര്യങ്ങൾ ജനങ്ങൾ അറിയാതെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സർവേയിൽ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടെന്നാണ്. അടിയന്തരാവസ്ഥയിൽ പല കാര്യങ്ങളും നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കോട്ടങ്ങൾ അറിഞ്ഞില്ല. കാരണം എന്താ, പത്രങ്ങൾ സെൻസർഷിപ്പ് ഉണ്ടായി. അതുകൊണ്ട് 110 സീറ്റാണെന്ന് UDF കിട്ടിയത്. കാരണം കോട്ടങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ സംബന്ധിച്ചോളം നേട്ടങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. നേട്ടങ്ങൾ ഇവിടുത്തെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അത് മൂടിവയ്ക്കുക മാത്രമല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്തു വെച്ച് ഏകപക്ഷീയമായി തന്നെ എടുക്കുന്ന സമീപനം സ്വീകരിച്ചു. ഉദാഹരണത്തിന് ഈ കുമാർ തന്നെ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങളും ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചരിത്രം നോക്കുമ്പോഴത്തേക്കുണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ വാർത്തയായി പോകുന്ന കാര്യങ്ങളാണ്. അതെല്ലാം വലിയ വിവാദ പ്രശ്നങ്ങളായി വരികയുണ്ടായി. ഇപ്പം ജിഷയുടെ കാര്യം പറഞ്ഞു, ജിഷ്ണു റോയുടെ കാര്യം പറഞ്ഞു, ജിഷയുടെ കാര്യം പറഞ്ഞു. ജിഷയുടെ കാര്യത്തിൽ തീരുമാനം വന്നല്ലോ. ജിഷ്ണു റോയ് എന്ന് പറയുന്ന ഇത് SFIക്കാരനായ ഒരു കുട്ടിയുണ്ട്. SFI സമരം നടത്തിയാണ്. SFIയോടാണ് കോളേജ് അടിച്ചു പൊളിച്ചത്. മാത്രമല്ല ഈ പറയുന്ന പ്രതികളെന്ന് പറയുന്ന ആളുകൾ പോലും എനിക്കറിയാവുന്ന ആളുകളാണ്. എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. പഴയ KSUക്കാരാണ്. ഞാനതിൽ രാഷ്ട്രീയം കാണുകയല്ല ചെയ്യുന്നത്. എങ്കിൽ പോലും ജിഷയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു സർക്കാരിന് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടും അവരെ ചില ദുഷ്ടബുദ്ധികൾ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ പ്രശ്നം ഇപ്പോൾ അത് പുറത്തുപോയി. മൂന്നാറിൽ കോലാഹലമായിരുന്നു. പക്ഷേ അങ്ങനെ ചില കാര്യങ്ങളിൽ ഞാൻ അക്കവിട്ട് പറയുന്നില്ല, ധാരാളം കാര്യങ്ങളുണ്ട്. ലക്ഷ്മി നായരുടെ പ്രശ്നം, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒരു 10-20 പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും കാര്യങ്ങൾ വക്രീകരിച്ചോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയോ അല്ലെങ്കിൽ പർവ്വതീകരിച്ചോ ഭീകരമായ പ്രശ്നങ്ങളായി അവതരിപ്പിച്ച് സർക്കാരിൻ്റെ മേന്മ തകർക്കുന്ന ഒരു സമീപനം ഇത്രയും ആസൂത്രിതമായി ഉണ്ടായ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ പലപ്പോഴും ഉദാഹരണത്തിന് സരിതയുടെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബാർക്കോട പ്രശ്നത്തിലോ ഒക്കെ ചർച്ച വിഷയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഭീകരമായി ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഉദാഹരണത്തിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം EP ജയരാജൻ്റെ ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം സ്വയം തന്നെ രാജിവെച്ച് പോയി. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തെ ശ്വാസിച്ചു. പക്ഷേ എല്ലാവിധ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹം വിമുക്തനാണ്. അദ്ദേഹം സ്വജനപക്ഷപാതമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്ത അപ്പോൾ തന്നെ തീരുമാനം മാറ്റാൻ തയ്യാറായി എന്നുള്ളതും
ശശീന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു നടപടി വന്നോടം തന്നെ ആ വാർത്ത വന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കാൻ പറയുകയോ അങ്ങനെ ചെയ്ത സംഭവം നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മറ്റു ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള പുതിയ കീഴ്വഴക്കങ്ങൾ വന്നു. അതായത് ഒരിക്കലും മുഖ്യമന്ത്രി രാജിക്കത്ത് വാങ്ങിച്ച് പോക്കറ്റിലിട്ടില്ല. മുഖ്യമന്ത്രി രാജിക്കത്ത് പോക്കറ്റിലിടാതെ അത്തരം കാര്യങ്ങളിൽ പോലും തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും സുവ്യക്തമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം എങ്ങനെയാണ് സാധാരണഗതിയിലും കഴിഞ്ഞ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റ് തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. മോഡി പിടിപ്പിച്ചുകൊണ്ട് എൻ്റെ ഐസക്ക് രണ്ടാമത്തെ പുതിയ ഗവൺമെൻറ് അവതരിപ്പിച്ചെങ്കിൽ പോലും പഴയ പരിപാടികളൊന്നും റദ്ദാക്കിയിട്ടില്ല. അത് പൂർത്തിയാക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തുള്ള ശ്രമങ്ങൾ നടത്തി വിജയിക്കുകയും ചെയ്യും. പക്ഷേ പുതിയ പദ്ധതികൾ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ആ പദ്ധതികൾ വരുമ്പോൾ അത്ഭുതകരമായ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് വിതച്ചത് കൊയ്യും 5-ാം വർഷം. അത് വരെ കാത്തിരിക്കാനുള്ള സന്മനസ് ഉണ്ടാകണമെന്ന് മാത്രമേ. കഴിഞ്ഞ ഒരു വർഷം പുതിയ സംസ്കാരം ഉണ്ടാക്കിയെന്ന് പറയുന്നത് എങ്ങനെയാണ് പുതിയ സംസ്കാരം ഉണ്ടാക്കിയത്? സത്യത്തിൽ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്, എല്ലാ തിന്മകളോടും. കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷ മുന്നണി അവസാന കാലഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ആരോപണങ്ങളോടും എല്ലാം സന്ധി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് അവസാനത്തെ 3 മാസത്തെ പിന്നെ എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. ഏതെങ്കിലും ഒരെണ്ണം പുനഃപരിശോധിച്ചിട്ട് അതിനകത്തൊരു തെറ്റ് കണ്ടുപറ്റാൻ പറ്റിയോ? ഒന്നും തെറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആകപ്പാടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ വലിയ ഒരു കോലാഹലമായിരുന്നു നമ്മുടെ മെത്രാങ്കായല, കടമക്കുഴി, അവിടെയൊക്കെ NOC കൊടുത്തുനിന്ന്. NOC കൊടുത്താൽ ഏതായാലും ഒരു പദ്ധതി നടപ്പിലാക്കിയല്ലോ. ഒരുപാട് അപ്പം ഞാൻ വേട്ടയാടിയത് മുഴുക്കുകയും ഒന്നുകിലും മാധ്യമങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഞാൻ പറയട്ടെ, അല്ലാതെ എല്ലാ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ ഈ പ്രാവശ്യം ഇടതുപക്ഷത്തുനിന്നും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തുനിന്ന് തന്നെയുള്ള പ്രശ്നങ്ങൾ. കാരണം ഈ പല വിഷയങ്ങളിനകത്തും ഞങ്ങളുടെ അതേ അഭിപ്രായമാണ് CPIക്കുള്ളത്. പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ ഞങ്ങളെക്കാൾ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഭരിക്കുന്ന മുന്നണിക്കകത്തൊക്കെ 2 അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ട് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള, നേരത്തെ പറഞ്ഞു ഈ ഉണ്ടായിട്ടുള്ളതുപോലെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രചരണം വേറൊരു ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് തെറ്റാ. സരിതയുടെ പ്രശ്നം, സരിത 4-5 കോടി രൂപ കേരളത്തിലെ ചില സ്വകാര്യ സംരംഭകരിൽ നിന്ന് വാങ്ങിയ കേസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടെ ഞാൻ പറയട്ടെ അതിനകത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിൽ നിന്ന് ഒരു നയാ പൈസ നഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടി സത്യത്തിൽ ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചാൽ 1.5 കോടി രൂപ ഇപ്പം 3-4 കൊല്ലമായിട്ട് കമ്മീഷനും ബന്ധപ്പെട്ടവർക്കും ചെലവ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ അല്ല അത്. ഞാൻ പറയാം അപ്പോൾ പക്ഷേ ഞാൻ ആസൂത്രിതമായ പ്രചരണം എന്ന് പറയുന്നത് UDFന് എതിരായിട്ട് ഇതിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. ജോസൂട്ടി, നമുക്ക് ഞാൻ കാണുന്നത് കേരള രാഷ്ട്രീയം UDFൻ്റെ ഒരു വാഴയ്ക്കൻ തന്നെ അത് പറഞ്ഞു UDFൻ്റെ തളർച്ചയുണ്ടെന്ന്. അതിനകത്ത് 3 ആണിക്കലുകളായിരുന്നു UDFനുണ്ടായിരുന്നത്. KM മാണി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി. ഈ 3 പേരൊന്നും UDF നേതൃത്വത്തിലില്ല. KM മാണിയും കേരള കോൺഗ്രസും UDF തന്നെ വിട്ട് മാറി നിൽക്കുന്നു. അപ്പം ഇപ്പോഴവരുമായിട്ടൊരു സംഘർഷത്തിലുമായി UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും. അപ്പോൾ ഇന്നത്തെ ഒരു വർഷത്തിന് ശേഷം, അതായത് കേരളത്തിലെ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് ശേഷം ഇന്ന് UDF എവിടെ നിൽക്കും? ഈ സർവേയോട് എന്ത് ചെയ്യാൻ നമ്മൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. അതായത് ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന്. ഈ സംതൃപ്തിയും വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ UDFന് കൂടുതൽ പേർ വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിൽ. അപ്പം നമ്മൾ ഈ സർവേയുടെ വിവരങ്ങളെ അതേ കണക്കിൽ എടുക്കരുത്. കാരണം അതിന് പല മാനങ്ങളുണ്ട്. അത് പറയുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് വേറെ ചോദ്യം ചെയ്യും. കേരളത്തിൽ ഇന്ന് കാണുന്ന ബൈപോളാർ പൊളിറ്റിക്സിന്, ദ്വികക്ഷി കൂട്ടുമുന്നണി സമ്പ്രദായത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ 29% മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. എന്നുകൊണ്ട് അവരെല്ലാവരും ബൈപോളാർ പൊളിറ്റിക്സ് മാറി വോട്ട് ചെയ്യുമെന്നും അതിന് അർത്ഥമില്ല. അപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയം തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും ഈ ബൈപോളാർ സ്വഭാവത്തിലാകാനാണ് സാധ്യത എന്നുള്ളൊരു നിരീക്ഷണം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ BJPക്ക് ഇപ്പം ശ്രീ കുമാർ പറഞ്ഞതുപോലെ വളരുന്നു, അത് ശരിയായിരിക്കാം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഈ സർവേയിൽ കാണുന്നില്ല. കാരണം അവർക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ 10-15% തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിനോട് ചേർത്ത് സർവേയും എൻ്റെ മറ്റൊരു നിരീക്ഷണത്തോടെ ചേർത്ത് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുന്നണി രാഷ്ട്രീയം ഇതെല്ലാം പറയുമ്പോഴും LDFന് അനുകൂലമാണ്. അതിൻ്റെ കാരണം
ഈ കേരളത്തിലെ മുന്നണിയിൽ കോൺഗ്രസ്സിന് മുന്നണിക്കകത്തുള്ള ഇക്വേഷൻസിൻ്റെ ബേസിൽ തന്നെ ചില ക്ഷീണമുണ്ട്. അതിൻ്റെ ഒരു കാരണം ബി ജെ പിയുടെ വളർച്ചയാണ്. ബി ജെ പി ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് എത്രമാത്രം സാമുദായികമായും മറ്റുമൊക്കെ കൂടെ നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിലെ വലിയൊരു കാര്യമായി എനിക്ക് തോന്നുന്നത് LDFിൻ്റെ പ്രത്യേകിച്ചും CPMൻ്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിം നേതൃത്വത്തെ കുറേയെല്ലാം സ്വാധീനിക്കാനായിട്ടുള്ള നല്ല ശ്രമം നടക്കുന്നു. NSSനെ സ്വാധീനിക്കാനായിട്ടുള്ള നല്ല ശ്രമം LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ബാലകൃഷ്ണപിള്ളയൊക്കെ ഈ കമ്മീഷൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതൊക്കെ NSSനോടുള്ള ഒരു താല്പര്യത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ KM മാണിയോടുള്ള സമീപനം അഴിമതിയുടെ ഒക്കെ ഉണ്ടെങ്കിലും അപ്പം അതിൽ നിന്ന് കുറേ ആൾക്കാരെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഈ കൂട്ടുമുന്നണിയിൽ CPMന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് സ്ഥിരമായൊരു സ്വഭാവം, ഈ ഭരണം മാറ്റം 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നതിൽ നിന്ന് സ്ഥിരമായി ഒരു അനുകൂല നിലപാടുണ്ടാക്കാൻ കഴിയാൻ എന്നുള്ളൊരു വലിയ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ജനതാദൾ വീരേന്ദ്രകുമാർക്ക് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ CPMന് പ്രതിപക്ഷമായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയിലും ഒരു സ്പ്ലിറ്റ് സംഭവിച്ചാൽ അവർക്കൊരു 25% അങ്ങനെ ഒരു 20% വോട്ട് നേടുകയും മറ്റ് വിവിധ വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് CPMന് അനുകൂലമായിട്ടുള്ള ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുകയും ചെയ്താൽ അത് കേരളത്തിൻ്റെ ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയത്തിന് ഒരു മാറ്റമുണ്ടാക്കാം. അതിനോട് ചേർത്ത് ഒരു നിരീക്ഷണം കൂടെ വയ്ക്കാം. വലതുപക്ഷം പ്രത്യേകിച്ചും കോൺഗ്രസ് എത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നോ ഇതിനു മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും വെച്ചിരുന്നത്? ഞാനതിനെ വിളിക്കുന്നൊരു നവ ലിബറൽ കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തോട് കൂടുതൽ യോജിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതാണ് വിഴിഞ്ഞം പദ്ധതി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള നവലിബറൽ ആശയങ്ങളോട് കുറച്ച് യോജിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയൂ എന്നൊരു വലിയ തിരിച്ചറിവ് CPMനുണ്ട്. അതുകൊണ്ട് ആ ഒരു നയം ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട് വലിയ രീതിയിൽ. പണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നെങ്കിലും പ്രത്യേകിച്ചും പിണറായി വിജയന് വികസനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അതിനോട് യോജിക്കുന്ന നിലപാടാണ് ഉള്ളതെന്നാണ് എനിക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നത്. വട്ടമേശ ചർച്ച ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് കേരള രാഷ്ട്രീയത്തിനുണ്ടായ മാറ്റങ്ങൾ. നമ്മൾ പ്രത്യേക ഫോക്കസിൽ നിന്ന് മാറിപ്പോയെങ്കിലും വിഷയം അടുത്ത ആഴ്ച ഇതേ സമയത്ത് തുടരും. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറിയാൻ ഫിലിപ്പ്, MS കുമാർ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വക്താവ്, ഡോക്ടർ CA ജോസുകുട്ടി കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ, ജോസഫ് വാഴയ്ക്കൻ മുൻ MLA കോൺഗ്രസ് സംസ്ഥാന വക്താവ്. നന്ദി, നമസ്കാരം.